പ്രദീപ് സാർ, നമ്മൾ പറയായിരുന്നു ഒരുപാട് മ്യൂസീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന്. എസ്പെഷ്യലി ഇപ്പൊ എടുത്ത് പറയണേ രവീന്ദ്രൻ മാസ്റ്റർ അല്ലേ. എങ്ങനെയായിരുന്നു മാസ്റ്ററുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ? മാസ്റ്ററെ ഞാൻ പരിചയപ്പെടുന്നത് മാളാരവിന്ദൻ ചേട്ടൻ വഴിയാണ്. അപ്പം മാസ്റ്ററിൻ്റെ പാട്ടുകൾ കേട്ടിട്ട് എന്നോട് മദ്രാസിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ മദ്രാസിലേക്ക് മാളച്ചേട്ടൻ തന്നെയാണ് കൊണ്ടുപോയത്. പിന്നെ എന്നോട് അവിടെ താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ രവീന്ദ്രൻ മാസ്റ്റർ വീടിന്റെ നേരെ മുമ്പിൽ താമസിക്കാനിടയായി. ഓപ്പോസിറ്റ് ആയിട്ട് മാഷിനെ. അതെ, അന്ന് നമ്മുടെ അണ്ണാച്ചിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് കൊണ്ട് ഞാൻ ഒരു പാട്ട് പാടിയ ഒരു ഓണപ്പാട്ടായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ പൊന്നുമോനോടത്ത് എന്ന് പറയുന്ന ഒരു പാട്ട്. അത് ശരത്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോഗ്രാമിങ് ചെയ്തത്. അപ്പോൾ അത് ഇന്നും ഓർക്കുന്നു. നല്ലൊരു പാട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാഷ് എന്നെ ഒരുപാട് പാട്ടുകൾ അന്ന് ട്രാക്കൊക്കെ പാടി വരുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊരു യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുത്ത് എൻ്റെ ജോലി പോയി. അതോടുകൂടി എൻ്റെ സിനിമാ ജീവിതവും ഒക്കെ അതെല്ലാം അവസാനിച്ചു അവിടെ. ഞാൻ അങ്ങനെ പാടി വരികയായിരുന്നു. ട്രാക്കൊക്കെ പാടി വരുന്ന സമയത്താണ് അത് ഉണ്ടായത്, ഒരു യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ. അത് 2.5 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ജോലി പോയി. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. പിന്നെയാണ് മേരി ആവാസ് സുനോ സംഭവിക്കുന്നതും. പിന്നെ തിരിച്ചെന്നെ വിളിച്ചത് രവീന്ദ്രൻ മാഷ് തന്നെയാണ്. രവീന്ദ്രൻ മാഷ് ആദ്യത്തെ എൻ്റെ റിലീസായ സിനിമ മന്നാടിയർ പെണ്ണിന് ചെങ്കോട്ട ചെക്കൻ, പിന്നെ കല്യാണ പിറ്റേന്ന്, പിന്നെ ജോൺസൺ മാഷിന്റെ മാനസം, അങ്ങനെ ഒരുപാട് നിരവധി സിനിമകൾ ഞാൻ പാടി. ഇതൊക്കെയാണ് എൻ്റെ സിനിമ. അതിൽ ട്രാക്ക് പാടിയത് ഞാനാണ്. അതിന്റെ പഴം തമിഴ് പാട്ടും ഒരു മുറൈ വന്ന് പാർത്തായ, ഇത് രണ്ടും ഞാൻ തന്നെ പാടിയത്. അത് പ്രേക്ഷകരെ കേൾക്കുന്നതിന് മുമ്പേ കേട്ടു. അതെ, സത്യം. അല്ല, അത് നേരിട്ട് MG രാധാകൃഷ്ണൻ സാറിന്റെ ഇന്ന് പഠിക്കാൻ ഭാഗ്യം ഉണ്ടായി. എൽ വൈദ്യനാഥനായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്തിരുന്നത്. അത് കോതണ്ടപാടി സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തു. ഇതിപ്പോ സ്റ്റുഡിയോ തന്നെ ഇല്ല, അവിടെ സ്റ്റുഡിയോകളെ ഇല്ലാതായി. അതെ അതെ. ഈ ഒരു പ്രൊഫസർ ജോലിയിലേക്ക് കയറുന്നത് അത് ഞാൻ ഗായകനിലപ്പുറം ഒരു പ്രൊഫസർ കൂടെയാണ്. റിട്ടയർഡ്, ഇപ്പൊ പ്രൊഫസർ എന്ന് പറയാൻ പറ്റില്ല, റിട്ടയർഡ് പ്രൊഫസർ അല്ല, റിട്ടയർഡ് പ്രിൻസിപ്പൾ ആണ്. ഞാൻ വർക്ക് ചെയ്ത് IHRDയിലാണ്, കേരള ഗവൺമെന്റിന്റെ. 94 മുതൽ കഴിഞ്ഞ ഈ വർഷം 2025 വരെ ഞാൻ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ 96 മേരി ആവാസ് സുനോ ഒക്കെ ജയിക്കുമ്പോൾ ഞാൻ അവിടെ കോട്ടയത്തായിരുന്നു, പുതുപ്പള്ളിയിൽ. പിന്നെ വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ബാക്കിയുള്ള എൻ്റെ കരിയറിന്റെ സമയം മൊത്തം അവിടെ ഉണ്ടായിരുന്നു.